വെറും മനുഷ്യനായി തീർന്നു. ആ മനുഷ്യനെ മറ്റുള്ളവര് കീഴ്പ്പെടുത്തുകയും അടിമത്തിലേക്ക് നയിക്കുകയും കാരാഗ്രഹത്തിൽ അടിക്കുകയും ചെയ്തപ്പോൾ സാംസന്റെ ദുരിതം കൂടുതൽ വർദ്ധിച്ചു. നമ്മുടെ എല്ലാം ജീവിതം പലപ്പോഴും ദുരിതത്തിലായി പോകുന്നതിന്റെ പിമ്പില് ചിലപ്പോൾ ദൈവത്തെ മറന്നുള്ള പ്രവൃത്തിയായിരിക്കാം, അല്ലെങ്കിൽ വിവേകപൂർവമായ രീതിയിൽ പ്രവർത്തിക്കുവാനും ഇടപെടുവാനും സംസാരിക്കുവാനും കഴിയാതെ പോയതിന്റെ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മൾ അനുഭവിക്കുന്നുണ്ടാകാം. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് സാംസൺ പ്രാർത്ഥിച്ചതുപോലെ എന്റെ യാചനകൾ കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കരുണയോടെ കോപമാർന്ന നയത്തോടെ എന്നെ നോക്കാതെ കർത്താവേ നീ എന്നെ നോക്കരുതേ. നയനമോടെ കർത്താവേ നീ എന്നെ നോക്കരുതേ. ക്രോധമെഴും ഭാവമോടെ കർത്താവേ നീ എന്നെ ശാസിക്കണമേ. സാംസന്റെ ശക്തി ചോർന്നുപോയത്, സാംസൺ ശക്തിയില്ലാത്തവനായി തീർന്നത്, സാംസന്റെ വികാരങ്ങളെ സാംസന് നിയന്ത്രിക്കാൻ കഴിയാതെ പോയത് കൊണ്ടാണ്. ഇന്ന് ലോകത്തിൽ പലരും ശക്തി ക്ഷയിച്ചവരായി കാണുന്നത് ഉണർവോടെ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും സാധിക്കാതെ വരുന്നതിന്റെ പിന്നിലെ കാരണങ്ങളിലെ ചിലത് അവരുടെ ജീവിതത്തിലെ ദൈവത്തിന്റെ വചനം പാലിക്കാതെ, ദൈവത്തിന്റെ സ്നേഹത്തോട് ചേർന്ന് നിൽക്കാതെ, സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം വികാരങ്ങൾക്കനുസരിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ട് വളരെ അധികം ക്ലേശം അനുഭവിക്കുന്നവരെ കാണുവാൻ കഴിയും. എന്നാൽ ദൈവത്തിന്റെ സ്നേഹത്തോട് ചേർന്ന് നിന്നാൽ കഷ്ടതയിലും പ്രയാസങ്ങളിലും അവന്റെ സന്തോഷത്തില് അഭിമാനം കൊള്ളാൻ കഴിഞ്ഞാല്, അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുവാൻ കഴിഞ്ഞാല് അവരുടെ ജീവിതം സന്തോഷപ്രദമായി തീരുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സാംസൺ അത് സാധിക്കാതെ പോയത്, സാംസന്റെ ജീവിതത്തിലെ ഇപ്രകാരമുള്ള ആസക്തികള് സാംസനെ ശല്യപ്പെടുത്തിയത് കൊണ്ടാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും നേരായ വഴികളിലൂടെ ചിന്തിക്കാൻ കഴിയാതെ പോകുന്നത്, നമ്മുടെ അനുദിന ജീവിതത്തില് നമ്മൾ നേരിടുന്ന പ്രയാസങ്ങളില് നമുക്ക് ഓരോരുത്തർക്കും നഷ്ടപ്പെട്ടു പോകുന്ന നമ്മുടെ സമചിത്തതയുടെ മേഖലയിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളാണ്. നമ്മളെ പ്രകോപിപ്പിക്കുന്നവരോട് സൗമ്യമായി പെരുമാറാൻ കഴിയാത്ത തരത്തില് നമ്മുടെ ശരീരത്തിലെ വ്യത്യസ്തമായ പ്രതികാരത്തിന്റെ അല്ലെങ്കിൽ ദേഷ്യത്തിന്റെ വികാരങ്ങൾ ഉണരുന്നത് കൊണ്ട് നമുക്കവരെ ശാന്തമായി നേരിടുവാൻ കഴിയുന്നില്ല. സൗമ്യമായ മറുപടി ക്രോധം ശമിപ്പിക്കുമെന്ന് പ്രഭാഷകൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ പലപ്പോഴും നമുക്ക് സൗമ്യമായി മറുപടി പറയാൻ കഴിയാത്ത സാഹചര്യങ്ങളിലെല്ലാം മറ്റുള്ളവരുടെ ക്രോധത്തിന് പാത്രമാകേണ്ടി വന്ന അനുഭവം നമുക്കോരോരുത്തർക്കും പങ്കുവയ്ക്കുവാനുണ്ടാകും. അതല്ലെങ്കിൽ നമ്മുടെ ഉറ്റവരോടും പ്രിയപ്പെട്ടവരോടും നമ്മൾ പറയുമ്പോൾ മറ്റുള്ളവർ നമ്മെ വേദനിപ്പിച്ചതിനെ കുറിച്ചും മറ്റുള്ളവർ നമ്മെ ഒറ്റപ്പെടുത്തിയതിനെ കുറിച്ചും മറ്റുള്ളവർ നമ്മെ ഉപേക്ഷിച്ചതിനെ കുറിച്ചും മറ്റുള്ളവർ നമ്മെ പരിഗണിക്കാത്തതിന്റെയും സ്നേഹിക്കാത്തതിന്റെയും കരുതാത്തതിന്റെയും മേഖലകളെ കുറിച്ച് നമ്മൾ സംസാരിക്കും. പലപ്പോഴും നമ്മൾ ഇങ്ങനെ പരിതപിക്കുമ്പോൾ, മറ്റുള്ളവർ തന്ന വേദനകളെ കുറിച്ച് എണ്ണി എണ്ണി പറയുമ്പോൾ
അതിന്റെ പിമ്പിലെ കാരണം പലപ്പോഴും നമ്മൾ തന്നെയായിരിക്കും. ഞാൻ അവരോട് വേണ്ടുന്ന രീതിയിൽ അവരെന്നോട് മോശമായി പെരുമാറിയപ്പോഴും എന്റെ വ്യക്തിത്വത്തിന്, എന്റെ ആത്മീയ വ്യക്തിത്വത്തിന് ചേർന്ന രീതിയിൽ സൗമ്യമായി നിലകൊള്ളാൻ കഴിയാതെ പോയതിന്റെ ബുദ്ധിമുട്ടാണ് പലപ്പോഴും ഇന്നും ഞാൻ അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് മറ്റുള്ളവരെ കുറിച്ച് ഞാൻ മറ്റുള്ളവരോട് പറയുമ്പോൾ അവര് നമുക്ക് ചെയ്ത ക്ലേശങ്ങളെ ഓർത്തും കഷ്ടതകളെ ഓർത്തും നമ്മൾ പലപ്പോഴും വികാരഭരിതരായി തീരാറ്. അതുകൊണ്ട് സാംസൺ പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, എന്റെ തെറ്റുകളെ, എന്റെ ജീവിതത്തിന്റെ പിഴകളെ എന്നോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേട്ട്, നമ്മുടെ യാചന കേട്ട് നമ്മളെ അനുഗ്രഹിക്കുകയും നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുകയും ചെയ്യും. അവിടുന്ന് പാപം ക്ഷമിച്ചു തരുമ്പോൾ നമ്മള് സന്തോഷത്തിന്റെ, ആനന്ദത്തിന്റെ നിറവിലേക്ക് ഉയർന്നു വരും. അതുകൊണ്ട് നമുക്ക് അവന്റെ സന്നിധിയിൽ വീണ്ടും നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും പാടാം. കർത്താവേ, നീ എന്നെ നോക്കരുതേ, ക്രോധത്തിലും ഭാവമോടെ. കർത്താവേ, നീ എന്നെ ശാസിക്കണമേ, നയനമോടെ. കർത്താവേ, നീ എന്നെ നോക്കരുതേ, ക്രോധത്തിലും ഭാവമോടെ. കർത്താവേ, നീ എന്നെ ശാസിക്കണമേ. സാംസൺ പ്രാർത്ഥിച്ചു, ദൈവമേ എന്നെ ഓർക്കണമേ എന്ന്. ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു, എന്നെ ശക്തനാക്കണമേ എന്ന്. കർത്താവ് ശക്തിപ്പെടുത്തിയാൽ നമുക്കോരോരുത്തർക്കും ശക്തരാകുവാൻ കഴിയും. ദൈവം നമ്മെ ശക്തിപ്പെടുത്തുന്നില്ല എങ്കിൽ നമുക്ക് ശക്തി ആർജിക്കുവാൻ കഴിയുകയില്ല. ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് സാംസണാണ്. സാംസന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറഞ്ഞു നിന്നപ്പോൾ സാംസൺ തനിക്കെതിരെ വന്ന എല്ലാ ശത്രുക്കളെയും ഛിന്ന ഭിന്നമാക്കി കളഞ്ഞു. സാംസന്റെ ശക്തി ചോർന്നു പോയി കഴിഞ്ഞപ്പോൾ സാംസൺ വെറും മനുഷ്യനായി തീർന്നു. വെറും ജഡസദൃശ്യമായ ഒരു മനുഷ്യൻ. ഒരു ദൈവീകമായ ശക്തിയും അവനിലില്ല. അവന്റെ കൈകൾ ഓടുകൊണ്ട് ബന്ധിച്ച് തിരുകലില് അരിപൊടിക്കുവാൻ ഏൽപ്പിച്ചപ്പോഴും അവൻ അവിടെ നിന്നും ആ ചങ്ങലകളെ പൊട്ടിച്ചെറിയുവാൻ കഴിഞ്ഞില്ല. അതിനു മുമ്പ് സാംസനെ ബന്ധിച്ചിരുന്ന എല്ലാ ചങ്ങലകളും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് സാംസൺ പുറത്തു വന്നിട്ടുണ്ട്. എന്നാല് സാംസൺ ശക്തി ക്ഷയിച്ചവനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞപ്പോൾ, ദൈവത്തിന്റെ ശക്തി അവനില്ലാതെ വന്നപ്പോൾ അവൻ വെറും ശക്തി ക്ഷയിച്ച ഒരു മനുഷ്യനായി തീർന്നു. യഥാർത്ഥത്തിൽ സാംസന്റെ ശത്രുക്കളെ സാംസൺ നിഗ്രഹിച്ചത് ദൈവാത്മാവിന്റെ ശക്തി കൊണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള ധാരാളം ശത്രുക്കളുണ്ട്. അത് മനുഷ്യ വ്യക്തികളല്ല, മറിച്ച് നമ്മുടെ ആത്മീയ ശക്തി ചോർത്തിക്കളയുന്ന നമ്മളിൽ തന്നെയുള്ള വ്യത്യസ്തങ്ങളായ ജഡിക വികാരങ്ങളാണ്. പൗലോസ്ലീഹ ഇവിടെ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാല് നിങ്ങളുടെ ജഡിക വികാരങ്ങളെ നിങ്ങൾ നിഗനിക്കണമെന്ന്, അതിനെ തോൽപ്പിക്കണമെന്ന്. സാംസന്റെ ശക്തി ക്ഷയിച്ചു പോയത് സാംസൺ ദലീലാമയോട് തന്റെ രഹസ്യം ചോർത്തി കൊടുത്തതിലൂടെയാണ്.
ദലീലാമ തന്നെ വഞ്ചിക്കുന്നവളാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും അവളൊരു ശരിയായ രീതിയിൽ സാംസന്റെ സ്നേഹം ആസ്വദിക്കാൻ വന്ന സ്ത്രീയല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടും സാംസൺ അവൾക്ക് കീഴ്പ്പെട്ടു പോയി. ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ശരീരത്തിലുള്ള ഉയർന്നു വരുന്ന നെഗറ്റീവായിട്ടുള്ള വികാരങ്ങൾ അടിമപ്പെട്ടു പോകുമ്പോൾ ദൈവം നമ്മളില് ചൊരിഞ്ഞിരിക്കുന്ന ദൈവാത്മാവിന്റെ ശക്തിയെ ഓർക്കുവാനോ ശക്തിയിൽ ആശ്രയിക്കുവാനോ കഴിയാതെ പോകുന്നു. നമ്മളോടൊരാള് ഇഷ്ടമില്ലാത്ത രീതിയിൽ പെരുമാറുമ്പോൾ നമ്മൾ അവരെ സഹായിക്കുകയോ അവരോട് ദേഷ്യം പിടിക്കുകയോ അവരിൽ നിന്ന് അകന്നു പോകുകയോ ചെയ്യുന്നു. ക്രിസ്തുവിനെ പ്രഘോഷിക്കുകയും ക്രിസ്തുവിനെ ആരാധിക്കുകയും അവന്റെ സഭയില് അംഗമായി തീരുകയും ചെയ്തിട്ടും മറ്റുള്ളവരോട് ഹൃദയം തുറന്ന് ക്ഷമിക്കുവാനും ഹൃദയം തുറന്ന് അവരെ സ്നേഹിക്കുവാനും അവരോട് സന്തോഷത്തോടെ ഇടപഴകാനും പറ്റാത്ത മാനസികമായ ഒരു അവസ്ഥ നമ്മൾ ഈ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ആത്മീയതയെ കാർന്നു തിന്നുന്ന ശത്രുവാണ്. നമ്മുടെ ആ അവസ്ഥയെന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയണം. ഇതുപോലെ തന്നെ നമ്മുടെ എല്ലാം ജീവിതത്തില് ദൈവസ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ കടന്നു വന്നിരിക്കുന്ന ധാരാളം പ്രതിസന്ധികളുണ്ട്. വെറുതെ കലഹമുണ്ടാക്കുന്നവര്, വീടുകളിൽ എപ്പോഴും ഭിന്ന അഭിപ്രായം പറയുന്നവര്, എല്ലാ കാര്യങ്ങളും എതിരഭിപ്രായമാണ്. ആര് നല്ല കാര്യം ചെയ്താലും അതിന്റെ ഒരു കുറവ് കണ്ടെത്തും. ഈ കുറവ് മാത്രമേ അവർക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. മറ്റുള്ളവരെ നന്മ കാണാനും ആ നന്മയെ പ്രോത്സാഹിപ്പിക്കുവാനും മറ്റുള്ളവർ ചെയ്ത നന്മയൊക്കെ നന്ദി പറയുവാനും കഴിയാത്ത തരത്തില് നമ്മളിൽ തന്നെ നമ്മുടെ ആത്മീയത കാർന്നു തിന്നുന്ന ശത്രു നമ്മളിലുണ്ട്. ഈ ശത്രുവിനെ നിഗളിക്കുവാനുള്ള ശക്തിയാണ് നമ്മൾ ചോദിക്കുന്നത്. സാംസൺ ചോദിച്ചതാണ്. തന്റെ ശക്തി ക്ഷയിച്ചുപോയി. പരിശുദ്ധാത്മാവ് സാംസണില്ലാത്തതുകൊണ്ട് സാംസണ് തന്റെ മുമ്പിൽ നിൽക്കുന്ന ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുവാൻ സാധിച്ചില്ല. അതുകൊണ്ട് കർത്താവിനോട് വീണ്ടും പ്രാർത്ഥിച്ചു, കർത്താവേ, നീ വീണ്ടും എനിക്ക് ശക്തി തരണമേ എന്ന്. നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിത സാഹചര്യങ്ങളില് നമ്മളുമായി ബന്ധപ്പെടുന്ന വ്യക്തികളുടെ ശക്തി തരണമേ. ശൂന്യത നിറയും താഴ്വരയിൽ ജീവനില്ലാത്ത ജീവിതത്തിൽ വീശിടുക. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. ഏത് സാഹചര്യത്തിലാണെങ്കിലും പാവനാത്മാവേ, ഏത് അവസ്ഥയിലാണെങ്കിലും ശൂന്യത നിറയുമീ താഴ്വരയിൽ ജീവനില്ലാത്ത ജീവിതത്തിൽ നീ വീശിടുക. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. ആയിരിക്കുന്ന അവസ്ഥയിൽ കരമുയർത്തിക്കൊണ്ട്, നിങ്ങൾ എവിടെയായിരിക്കുന്നോ ആ അവസ്ഥയിൽ കരമുയർത്തിക്കൊണ്ട് അവൻ നമ്മുടെ മേലെ വീണ്ടും ശക്തി അയക്കുന്നവനാണ്. ഒരു ആത്മീയ കൊടുങ്കാറ്റ് നമ്മുടെ ജീവിതത്തിലേക്ക് അവൻ നൽകുന്നവനാണ്. അതുകൊണ്ട് ദൈവികമായ രീതിയിൽ, ആത്മീയമായ രീതിയിൽ ഉയരാൻ കഴിയാതെ തളർന്നുപോയ എല്ലാ മേഖലകളെയും അവന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. എന്നെ ശക്തിപ്പെടുത്തണമേ, എന്നെ ബലപ്പെടുത്തണമേ. വീണ്ടും അങ്ങയുടെ ശക്തി, അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്റെ മേൽ അയക്കണമേ. ഞാൻ അങ്ങയുടെ മകനും. പാവനാത്മാവേ, ദാഹങ്ങളേറെയുള്ള എൻ മനസ്സിൽ, മോഹങ്ങളേറെയുള്ള എൻ ഹൃദയത്തിൽ കരങ്ങൾ ഹൃദയത്തോട് ചേർത്തുകൊണ്ട് വീണ്ടും സ്നേഹം നൽകുക. എന്റെ
എന്റെ ദാഹം തീർക്കുക. പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക. ബലം പ്രാപിക്കുക, ശക്തി പ്രാപിക്കുക. പാവനാത്മാവേ ദാഹങ്ങളേറെയുള്ള എൻ മനസ്സിൽ, മോഹങ്ങളേറെയുള്ള എൻ ഹൃദയത്തിൽ നിറഞ്ഞിടുക. വീണ്ടും സ്നേഹം നൽകുക, എന്റെ ദാഹം തീർക്കുക. പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക. ആഗ്രഹത്തോടെ ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വരട്ടെ, അവന്റെ ദാഹം തീരുവോളം ജീവജലത്തിന്റെ അരുവി അവനിൽ നിന്നും കുടിക്കട്ടെ എന്ന് യേശു പറഞ്ഞു. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വരട്ടെ. വിശുദ്ധയിൽ നിന്നും പ്രസ്താവിക്കുന്ന പോലെ ജീവജലത്തിന്റെ അരുവി അവന്റെ ഹൃദയത്തിൽ നിന്നും ഒഴുകും. നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഒഴുകുന്നത് ജീവനില്ലാത്ത അരുവിയായിരുന്നിരിക്കാം. വിദ്വേഷത്തിന്റെയും പകയുടെയും നീരസത്തിന്റെയും സങ്കടത്തിന്റെയും വേദനയുടെയും തളർച്ചയുടെയും അരുവിയായിരിക്കാം. പാവനാത്മാവേ മുള്ളുകൾ നിറയും എൻ മരുഭൂമിൽ, പാപങ്ങളേറെയുള്ള എൻ ജഡത്തിൽ നീ നീങ്ങിടുക. വീണ്ടും ശക്തി നൽകുക, വീണ്ടും ശക്തി, അഗ്നി നൽകുക. പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക. പാവനാത്മാവേ മുള്ളുകൾ നിറയും എൻ മരുഭൂമിൽ, പാവങ്ങളേറെയുള്ള എൻ ജഡത്തിൽ നീ നീങ്ങിടുക. വീണ്ടും ശക്തി നൽകുക, വീണ്ടും അഗ്നി നൽകുക. പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക. വീണ്ടും ശക്തി സ്വീകരിക്കുന്നതിന് മുമ്പ് പലപ്പോഴും നമ്മൾ പാപത്തിന്റെ സുഖത്തിലെ ജീവിച്ചവരായിരുന്നിരിക്കാം. ഓർക്കുക, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളില് ഈ ആത്മശക്തിയെ കുറിച്ച് അറിയാതെ ലോകത്തിന്റെ സുഖങ്ങളിലെ മുഴുകിപ്പോയ അനേകരുണ്ടാകാം. അങ്ങനെ ലോകസുഖങ്ങളിൽ മുഴുകിയെടുത്തും രക്ഷപ്പെട്ടു വന്ന അനേകരുണ്ട്. നമുക്ക് ലോകത്തെ ഓർക്കാം. നിരാശ തോന്നി മദ്യത്തിനടിമപ്പെട്ടവരുണ്ട്, മയക്കുമരുന്നിന് അടിമപ്പെട്ടവരുണ്ട്, അതുപോലെ പലതരത്തിലുള്ള ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ട് തന്റെ ജീവിതത്തെ ഹോമിക്കുന്നവരുണ്ട്. ക്രിസ്തുവിനെ അറിയാത്ത എത്രയോ കോടി ജനമുണ്ടെന്ന് ലോകത്ത് ജീവിക്കുന്നു. ക്രിസ്തുവിനെ അറിഞ്ഞ ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്വം ക്രിസ്തുവിനെ അറിയാതെ ഈ ലോകത്തിൽ നിന്നും കടന്നു പോകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാനാണ്, അവരെ ക്രിസ്തുവിനെ അറിയിക്കുവാനാണ്. നമ്മൾ അനുഭവിച്ച ഈ ആത്മശക്തി, ഈ ലോകത്തില് ഈ ശക്തിയെ കുറിച്ച് അറിയാതെ നിരാശപ്പെട്ടിരിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഈ ആത്മശക്തിയുടെ സന്ദേശവാഹകരായിട്ട് കടന്നു ചെല്ലുവാൻ നമുക്ക് സാധിക്കും. കാരണം നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ ലോകത്തിന്റെ ഏത് കോണിലുള്ള വ്യക്തികൾക്കും സാധിക്കുന്ന അവസരങ്ങളില്, അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് അറിയുന്ന അവസരങ്ങളില്, അല്ലെ എഫാത്തെ കുറിച്ച് അറിയുന്ന അവസരങ്ങളില് അവർക്ക് നമ്മൾ ഇവിടെ ഈ ചെയ്യുന്ന ഒരേ ശുശ്രൂഷ അപ്പോൾ തന്നെ അവർക്ക് കാണുവാനും ഇതിൽ പങ്കാളികളാകുവാനും കഴിയും. അത്തരത്തിൽ ഇപ്പോൾ എഫാത്തയുടെ ലൈവ് പ്രോഗ്രാമിനോട്, ഈ ആത്മീയ ശുശ്രൂഷയോട് ചേർന്നിരിക്കുന്ന വ്യക്തികളെ നമുക്ക് ഓർക്കാം. അവര് ആത്മീയ ശക്തിയാൽ നിറയുവാൻ, അവരെ അലട്ടുന്ന ഓരോ തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും അവരെ വിമോചിതരാകുവാൻ
ദൈവിക ശക്തിയാല് അവര് ഉണർന്ന് പ്രവർത്തിക്കുവാൻ ബലം നൽകുന്നതിന് വേണ്ടി അവരെ നമുക്ക് ഓർക്കാം. ലോകത്തില് പലതരത്തില് ക്ലേശം അനുഭവിക്കുന്നവരുണ്ട്, പലതരത്തിലുള്ള പീഡകൾ സഹിക്കുന്നവരുണ്ട്, രോഗത്തിന്റെ പീഡകളുണ്ട്, പ്രകൃതിക്ഷോഭത്തിന്റെ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, സ്വന്തം ഭവനങ്ങൾ നഷ്ടപ്പെട്ടു പോയവരുണ്ട്, ഒരു പ്രദേശം തന്നെ പ്രകൃതിക്ഷോഭത്താല് ഇല്ലാതായി പോയവരുണ്ട്. പക്ഷേ നമ്മൾ സുരക്ഷിതരായിരിക്കുന്നത് കൊണ്ട് അവരുടെ ക്ലേശങ്ങളെ കുറിച്ച് നമുക്കറിയാൻ കഴിയുന്നില്ല. നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മുടെ കരങ്ങളിലുള്ളത് കൊണ്ട് കഷ്ടപ്പെടുന്നവരെ കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ പോലും കഴിയുന്നില്ല. അതിനാല് അത് നമ്മുടെ ശത്രുവാണ്. നമ്മുടെ ചുറ്റുപാടും നമ്മുടെ ലോകത്തിലും കഷ്ടപ്പെടുന്ന ജീവിതങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും അവരെ ഓർത്ത് ഒരു നിമിഷം ദൈവസന്നിധിയിൽ കരയുവാനും കഴിയാത്ത മാനസികാവസ്ഥ നമ്മുടെ ആത്മീയ ജീവിതത്തിലെ ശത്രുതയാണ്. അതുകൊണ്ട് നമ്മുടെ ചുറ്റുപാടും ക്ലേശിക്കുന്നവരെ ആത്മീയ ശക്തിയാൽ നിറയ്ക്കുവാൻ വേണ്ടി നമ്മുടെ ജീവിതത്തെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. എത്രയോ ആളുകൾ ജഡിക മോഹങ്ങൾക്കായിട്ട് ഈ രാത്രിയില് ഓടി നടക്കുന്നുണ്ടാകും. ഒരു കാലത്ത് നമ്മളും പൗലോസ്ലീഹ പറയുന്ന പോലെ ഈ അന്തരീക്ഷ ശക്തിയുടെ സേവകരായി നമ്മളും തീർന്നിട്ടുണ്ട്. അന്ധകാരത്തിന്റെ പ്രവൃത്തികൾക്ക് വശംബദ്ധരായി പലപ്പോഴും നമ്മളും വീണുപോയിട്ടുണ്ട് എന്ന് പൗലോസ്ലീഹ പറയുന്നു. അങ്ങനെ വീണുപോയിടത്തിൽ തിരിച്ചു കയറി ദൈവസ്നേഹം അനുഭവിച്ചറിഞ്ഞപ്പോൾ ഇങ്ങനെ വീണുപോകാൻ സാധ്യതയുള്ള അനേകായിരങ്ങളുടെ ലക്ഷങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ചൂണ്ടുപലകയായി നമ്മുടെ ജീവിതം മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ലോകത്തിന്റെ മുമ്പിലേക്ക് തുറന്നു വെച്ചിരിക്കുന്ന എഫാത്തയുടെ ഈ കണ്ണുകളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. അനേകായിരങ്ങളുടെ കൈകളിൽ ലാപ്ടോപ്പ് ഉണ്ട്, ഐപാഡുണ്ട്, മൊബൈൽ ഫോണുണ്ട്, ഇന്റർനെറ്റ് സൗകര്യങ്ങളിലുള്ള ധാരാളം ആളുകളുണ്ട്. കോടിക്കണക്കിന് ആളുകൾ അതിലൂടെ ലോകത്തിലുള്ള സകല വിവരങ്ങളും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നല്ലതും ചീത്തയുമായ ദൈവത്തിന്റെ ആരാധനയ്ക്ക് സദൃശമായ ദൈവാരാധന അല്ലാത്ത പൈശാചിക ആരാധനയിലൊക്കെ ഈ മാധ്യമങ്ങളിലൂടെ, ഈ ഉപകരണങ്ങളിലൂടെ അവര് ദൈവത്തെ ആസ്വദിക്കുന്നവരുണ്ട്. മറ്റു പലതിലും ആസ്വാദനം കണ്ടെത്തുന്നവരുണ്ട്. നമുക്ക് അവരെ സമർപ്പിക്കാം. ദൈവത്തെക്കാൾ ഉപരിയായി മറ്റെന്തെങ്കിലും ആസ്വാദനം കണ്ടെത്തുമ്പോൾ അത് അവരുടെ ജീവിതത്തിലെ നിരാശയും ക്ലേശങ്ങളുമാണ് സമ്മാനിക്കുന്നത്. ആസ്വാദനം കഴിഞ്ഞ്, ആ സുഖം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അവരുടെ ജീവിതം എപ്പോഴും ഒരു ശൂന്യതയായിരിക്കും, ഒരു നിരാശയായിരിക്കും, ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടബോധമായിരിക്കും, കുറ്റബോധമായിരിക്കും. പിന്നെ അതിൽ നിന്ന് മോചനം നേടുവാൻ വീണ്ടും ആ സുഖത്തിലേക്ക് അവർ ആകർഷിക്കപ്പെടും. എന്നാല് ഒരിക്കലും ദാഹിക്കാത്ത, കുടിക്കുന്നവന് വീണ്ടും ദാഹിക്കാത്ത ഈ ആത്മീയ ജലം, ഈ ആത്മീയ ശക്തി സ്വീകരിക്കുവാൻ അവരുടെ ഹൃദയങ്ങളെ തുറന്നു കൊടുക്കണമേ എന്ന് നമുക്ക് ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. ലോകത്തിലുള്ള സർവജാതി മതസ്ഥരും ദൈവത്തെ, അവന്റെ സ്നേഹത്തെ ഏറ്റവും കൂടുതൽ അറിയുവാനായി ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. യേശു പറഞ്ഞു, ഞാനാകുന്നു വാതില്, ഈ വാതിലിലൂടെ അല്ലാതെ ആരും അകത്ത് പ്രവേശിക്കുന്നില്ല എന്ന്. അപ്പോൾ അകത്ത് പ്രവേശിക്കുന്നവർക്കെല്ലാം കടക്കുവാനുള്ള വാതിൽ യേശുവിന്റെ വാതിലാണ്. ഞാൻ അതിലൂടെ അല്ല കിടക്കുന്നതെന്ന് പറഞ്ഞാലും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കിടക്കാനുള്ള വാതില് ഒരേ ഒരു വാതിൽ യേശുവിന്റെ വാതിലാണ്. യേശുവിനെ അറിയാതെ ആ വാതിലൂടെ കടന്നു പോകുന്ന അനേകരുണ്ട്. അവര് കടന്നു കഴിയുമ്പോഴാണ്, തിരിഞ്ഞു ചിന്തിക്കുമ്പോഴാണ് ഞാൻ കടന്നു വന്നത് യേശുവാകുന്ന ഈ കവാടത്തിലൂടെയാണല്ലോ എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് ഈ തിരിച്ചറിവ് ലോകത്തിലുള്ള സർവ്വജനതകൾക്കും സർവ്വ മനുഷ്യർക്കും കിട്ടുവാൻ ദൈവസന്നിധിയിലേക്കുള്ള പ്രയാണം യേശുവിലൂടെയാണ്. അത് നമ്മൾ അറിയുന്നില്ല. നമ്മളെ യേശുവിനെ അറിയാതെ കടന്നു പോകുമ്പോൾ അവൻ തുറന്നു തന്ന അവന്റെ വാതിലൂടെ മാത്രമാണ് പ്രവേശിക്കുന്നതെന്ന് ആ വാതിലിനപ്പുറത്ത് കടക്കുമ്പോഴാണ് അറിയുക. അതുകൊണ്ട് യഥാർത്ഥത്തിൽ അവനെ അറിഞ്ഞു കിടക്കുവാനുള്ള കൃപ തരണമേ എന്ന് നമുക്ക് ലോകം മുഴുവനുമുള്ള സർവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ ലോകത്തിൽ നിന്നും തകർന്നു നീ വന്നവൻ എങ്കിലും മുറിവുകൾ ഏറ്റു നീ വന്നവൾ
എങ്കിലും സർവമറിവുകളും സമർപ്പിച്ച് തകർന്നു നീ വന്നവൻ എങ്കിലും ലോകമോഹത്തിലൂടെ പോയി മുറിവുകൾ ഏറ്റു നീ വന്നവൾ എങ്കിലും ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട മകനേ ഈ രാവ് നിനക്കാണ് മകനേ ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട മകനേ ഈ രാവ് നിനക്കാണ് മകളേ ഹൃദയം തകർന്നു നീ വന്നവൻ എങ്കിലും മുറിവുകൾ ഏറ്റു നീ വന്നവൾ എങ്കിലും ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട മകനേ ഈ രാവ് നിനക്കാണ് മകനേ ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട മകനേ ഈ രാവ് നിനക്കാണ് മകളേ ഈ രാവ് നിനക്കാണ് മകളേ ഈ രാവ് നിനക്കാണ് മകളേ. ഈ രാവിലെ ഓരോ നിമിഷങ്ങളും ദൈവം നമുക്കായിട്ട് ഒരുക്കിയതാണ്. ഈ ലോകത്തിന്റെ മോഹങ്ങളിലൂടെ കടന്നുപോയി ഏറ്റെടുത്ത സർവ്വ നൊമ്പരങ്ങൾക്കും വിടുതൽ തരുവാനായി നിന്റെ സന്നദ്ധിയിൽ നിന്റെ രക്ഷകനായ ക്രിസ്തു നിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ ആ ക്രിസ്തുവിനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല എങ്കിലും ഓർക്കുക, ലോകസുഖങ്ങളുടെ പിന്നാലെ പോയിട്ട് ഹൃദയവേദനകളാണ് നിന്റെ ജീവിതത്തിൽ അവശേഷിക്കുന്നത്. നഷ്ടങ്ങളുടെ വലിയ കണക്കുകളാണ് നിന്റെ ജീവിതത്തിൽ നിനക്ക് കൂട്ടി നോക്കുവാനുള്ളത്. ഒരു നേട്ടവുമില്ല. ഈ ലോകത്തിൽ പലതും നേടുമ്പോൾ, ദൈവസ്നേഹത്തിനെതിരായി നേടുമ്പോൾ, ഈ ലോകത്തിലെ കുറഞ്ഞ കാലം ജീവിക്കുന്ന അവസ്ഥ പിന്നീടുള്ള ജീവിതത്തിന്റെ നിത്യത നഷ്ടപ്പെടുത്തി കളയുന്നതാകാം. അതുകൊണ്ട് ഈ ലോകത്തിലെ ക്ലേശങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കുവാനും നമ്മളെ വേദനിപ്പിച്ചവരെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാനും വരുന്ന ദുരിതങ്ങളെല്ലാം ക്ഷമയോടെ സഹിക്കുവാനുമുള്ള ആത്മീയമായ ഒരു ഉണർവ്, ആത്മീയമായ ഒരു ശക്തി എന്നില് ഇപ്പോൾ നിറയ്ക്കണമേ എന്ന് ആഗ്രഹിക്കാം. നീ ആഗ്രഹിക്കുന്ന പോലെ നിനക്ക് സംഭവിക്കട്ടെ എന്ന് യേശു പറഞ്ഞു. ഇതുവരെ സംഭവിച്ചതിന് വിരുദ്ധമായി കൂടുതൽ കൂടുതൽ നന്മയാൽ നിറയുവാൻ, കൂടുതൽ കൂടുതൽ ശക്തിയാൽ നിറയുവാൻ, കൂടുതൽ കൂടുതൽ അനുഗ്രഹത്താൽ നിറയുവാൻ ആഗ്രഹിക്കുക. അവന്റെ സന്നിധിയിൽ ഇത് സൗജന്യമായി ലഭിക്കും. നിന്റെ ജീവിതത്തിന് പുതിയ കാഴ്ചപ്പാടുകളും പുതിയ ആത്മീയ സന്തോഷങ്ങളും പുതിയ ഉണർവും ശരീരത്തിൽ നിന്ന് രോഗത്തിൽ നിന്നുള്ള വിടുതലും ചിന്തകളിലെ അന്യമായ ചിന്തകൾ, അനാവശ്യമായ ചിന്തകളിൽ നിന്നുള്ള മോചനവും നിനക്ക് സാധ്യമാകുന്ന രാമാണിത്. അതുകൊണ്ട് ആഗ്രഹത്തോടെ അവന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം. നിൻവെത്രയോ വലുതാകിലും നിൻമുറിവുണങ്ങാത്തതെന്നാകിലും നിൻവെത്രയോ വലുതാകിലും നിൻമുറിവുണങ്ങാത്തതെന്നാകിലും നിലവിളി കേൾക്കുവോ ഉത്തരമരുളും, നിലവിളി കേൾക്കുവോ ഉത്തരമരുളും, വിശ്വസിച്ചിടുക നീ. ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട മകനേ,
ഈ രാവ് നിനക്കാണ് മകനേ. ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട മകളേ, ഈ രാവ് നിനക്കാണ് മകളേ. ഈ രാവ് നിനക്കാണ് മകളേ. ഈ രാവ് നിനക്കാണ് മകളേ. ഏതെല്ലാം മേഖലകളാണോ നമ്മൾ വ്യാപരിക്കുന്നത്, ആ മേഖലയിൽ നിന്നുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളെയും നമുക്ക് അവന്റെ സന്നിധിയിലേക്ക് കൊടുക്കാം. ജോലി ചെയ്യുന്നിടത്ത്, പഠിക്കുന്നിടത്ത്, അതുപോലെ മറ്റേതെങ്കിലും തരത്തിലുള്ള കായികമായ അധ്വാനമുള്ളവിടത്ത്, ക്ലേശകരമായ അധ്വാനമുള്ളിടത്ത്, ചിന്തിക്കുന്ന മേഖലകളില്, അതുപോലെ മറ്റോരോ പ്രവർത്തികളിലും വ്യാപരിക്കുമ്പോൾ അവിടെയൊക്കെ നേരിടേണ്ടി വരുന്ന സർവ്വവിധ പ്രയാസങ്ങളെയും നമുക്ക് ഈശോയുടെ സന്നിധിയിലേക്ക് ആത്മാർത്ഥമായിട്ട് സമർപ്പിക്കാം. പല ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നു, മറ്റുള്ളവരെ അഭിമുഖീകരിക്കാൻ പറ്റുന്നില്ല. ആന്തരികമായ ഒത്തിരി വേദനകള്, ഒത്തിരി ആകുലതകള്, അതുകൊണ്ട് പലതും മനസ്സിലാക്കാൻ കഴിയുന്നില്ല, ഉചിതമായ രീതിയിൽ സംസാരിക്കാൻ പറ്റുന്നില്ല, മറ്റുള്ളവരോട് സ്നേഹത്തോടെ ഇടപഴകാനും സംസാരിക്കാനും കഴിയാതെ ആകുലപ്പെട്ടിരിക്കുന്ന അവസ്ഥകള് ഇവയൊക്കെ നമുക്ക് കൊടുക്കാം. ഓരോരുത്തരോടും വേണ്ടുന്ന രീതിയിൽ മറുപടി പറയുവാനും സംസാരിക്കുവാനുമുള്ള കഴിവ് കുറവുകളെ നമുക്ക് സമർപ്പിക്കാം. സംസാരത്തിലെ വൈകല്യങ്ങള്, ചിന്തയിലെ വൈകല്യങ്ങള്, ദൈവികമായ നന്മകൾ സ്വീകരിക്കുവാൻ കഴിയാത്ത തെറ്റായ ചിന്തകള്, ഏതെങ്കിലും തരത്തിലുള്ള പൈശാചികമായ ആരാധന മേഖലകളിലൂടെ വ്യാപരിച്ചു പോയിട്ടുള്ള ഇടങ്ങള്, അതിനുള്ള മമത, ഇവയൊക്കെ വിട്ടുപേക്ഷിച്ച് ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. അവൻ പറഞ്ഞു, ആകുലതപ്പെട്ടതുകൊണ്ട് നിന്റെ ആയുസ്സിന്റെ ഒരു മുഴമെങ്കിലും നിനക്ക് നീട്ടാൻ കഴിയുമോ എന്ന്. എന്നാൽ പലപ്പോഴും നമ്മുടെ ഭാവിയിലെ കാര്യങ്ങൾ ഓർത്താണ് നമ്മൾ ആകുലപ്പെടുന്നത്. നാളെ എങ്ങനെ കഴിഞ്ഞുകൂടും, നാളെ എങ്ങനെ മുന്നോട്ട് പോകും, നാളത്തെ കാര്യം എന്താകുമെന്ന് ആലോചിച്ച് ഉറക്കം വരാതെ കിടക്കുന്ന നിമിഷങ്ങള് ഓരോ രാത്രികളിലും നിന്റെ ജീവിതത്തിലുണ്ടാകും. എന്നാൽ ഈ രാത്രിയിൽ നിന്റെ ചാരത്ത് വന്ന്, നീ കിടക്കുന്ന ബെഡില്, നീ കിടക്കുന്ന ആ ശയ്യയിൽ കടന്നു വന്ന് നിന്നെ ആശ്വസിപ്പിക്കുന്ന കർത്താവ് നിന്റെ കൂടെയുണ്ട്. അവൻ ലോകം മുഴുവനും വ്യാപരിക്കുന്നവനാണ്. അവന്റെ ശക്തി ലോകത്തിൽ എവിടെയും വ്യാപരിക്കുന്നതാണ്. ആ ശക്തിയാൽ ഇന്ന് നിന്നെ അവൻ സുഖപ്പെടുത്തും. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും സുഖപ്പെടുത്തും. എല്ലാ ക്ലേശങ്ങളിൽ നിന്നും നിന്നെ സുഖപ്പെടുത്തും. എല്ലാ ചിന്തകളിൽ നിന്നും നിന്നെ മോചിപ്പിക്കും. അവൻ തരുന്ന ആത്മീയ ചിന്തകൾ കൊണ്ട് അവൻ നിന്നെ വളർത്തും, ശക്തിപ്പെടുത്തും, ഉയർത്തും. നിനക്ക് വളർന്ന് പന്തലിക്കുവാൻ, വളർന്ന് പടരുവാൻ ശക്തി തരും. അവൻ നിന്റെ ജീവിതത്തില് കൈത്താങ്ങായി കടന്നു വരും. ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞവൻ നിന്റെ കൂടെ. പകലാക്കി പ്രാർത്ഥിക്കുകിൽ ഈ മണ്ണിൽ നിന്നിൽ കണ്ണു നീർവീഴുകിൽ, ഈ രാവ് പകലാക്കി പ്രാർത്ഥിക്കുകിൽ ഈ മണ്ണിൽ നിന്നിൽ കണ്ണു നീർവീഴുകിൽ, നിശ്ചയമീശോ നിന്നരികിൽ വരും. നിശ്ചയമീശോ നിന്നരികിൽ വരും. നിന്നെ സൗഖ്യമാക്കും. ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട മകളേ, ഈ രാവ് നിനക്കാണ് മകളേ. ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട മകളേ, ഈ രാവ് നിനക്കാണ് മകളേ. ഹൃദയം തകർന്നു നീ വന്നവൻ എങ്കിലും
മുറിവുകൾ ഏറ്റു നീ വന്നവൾ എങ്കിലും ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട മകനേ, ഈ രാവിനാണ് മകനേ. ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട മകനേ, ഈ രാവിനാണ് മകളേ, ഈ രാവിനാണ് മകളേ, ഈ രാവിനാണ് മകളേ. ഈ രാവിലെ ഫാദറുടെ ലൈവ് പ്രോഗ്രാം ഇവിടെ അവസാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം നിരവധിയായ അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടിരുന്നുണ്ട്. പ്രത്യേകിച്ചും എന്റെ ജീവിതത്തിൽ എപ്പോഴും പ്രതികൂലങ്ങളാണല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന അനേകരുടെ ജീവിതത്തില് ദൈവം അനുകൂലമായ കാറ്റ് വീശുന്നതായിട്ട് കാണിക്കുന്നു. അവർ ആത്മീയ ജീവിതത്താൽ നിറയുന്നു. പ്രതികൂലങ്ങൾ അവരെ വിട്ടുപോകുന്നു. മകളെ ഓർത്ത് ഭയപ്പെട്ടിരിക്കുന്ന അനേകർക്ക് മകളെ കുറിച്ചുള്ള ഭയം മനസ്സിനെടുത്തു മാറ്റുന്നു. ജോലിയില്ലാത്തതിന്റെ ക്ലേശം അനുഭവിക്കുന്ന അനവധി പേരെ ജോലി നൽകി അനുഗ്രഹിക്കുന്നു. പലതരത്തിലെ നാടും വീടും വിട്ടുപോകണമല്ലോ എന്ന് ആലോചിച്ച് ഒത്തിരി ആകുലപ്പെടുന്ന അനേക മനുഷ്യരെ കർത്താവ് രാവിലെ ആശ്വസിപ്പിക്കുന്നു. വലിയ സന്തോഷവും സമാധാനവും ദൈവം അവരുടെ ജീവിതത്തിൽ നൽകുന്നു. ദൈവത്തിന്റെ മുമ്പില് ദൈവം നമുക്ക് നൽകിയ ഓരോ കാര്യങ്ങളെയും എടുത്തു പറഞ്ഞ് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ശുശ്രൂഷയിലെ അവസാന ആശീർവാദം സ്വീകരിക്കുവാനായി നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ചാണ്ഡ്യത്തിലൂടെ ഈ ശുശ്രൂഷയുടെ ആശീർവാദത്തിനായിട്ട് നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഒരുങ്ങാം. എല്ലാ ബന്ധനങ്ങളും അഴിയും, എല്ലാ തകർച്ചകളും വിട്ടുപോകും, എല്ലാ തരത്തിലുള്ള നാരകീയ ശക്തികളും നമ്മളെ ശല്യപ്പെടുത്തുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങളും നിമിഷം വിട്ടുപോകും. ഇവിടെ ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന സർവ്വരുടെയും ജീവിതത്തിന് ഇപ്പോൾ തന്നെ എല്ലാ ബന്ധനങ്ങളും അഴിയുന്നു. അവരുടെ ഭവനങ്ങളിൽ സന്തോഷവും അവരുടെ ജീവിതത്തിൽ ആഹ്ലാദവും അവരുടെ ജീവിതത്തിലുള്ള വലിയ ആത്മീയ നിറവും ദൈവം നൽകുന്നു. ആയിരിക്കുന്ന ഓരോ ജീവിതങ്ങളെയും അനുഗ്രഹിക്കുന്നു. എല്ലാ വ്യക്തികളിലും ദൈവത്തിന്റെ ശക്തമായ അഭിഷേകം കടന്നു വരുന്നു. അവരുടെ ഭവനങ്ങളിലെ തകർച്ചകൾ വിട്ടുമാറുന്നു. വ്യക്തിപരമായ ജീവിതത്തിലെ ക്ലേശങ്ങൾ നീങ്ങിപ്പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, മഹത്വം, മഹത്വം, മഹത്വം. അങ്ങയുടെ ശക്തി, അങ്ങയുടെ ബലം ഈ നിമിഷം ശ്രമിക്കുന്ന സർവ്വ ജീവിതങ്ങളുടെ മേൽ വഹിക്കണമേ. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ, അവരും അനുഗ്രഹിക്കപ്പെടട്ടെ. അവരെ നേരിടുന്നെങ്കിൽ അതിൽ അവരെ മോചിതരാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീട് പണിതുകൊണ്ടിരിക്കുന്ന രണ്ട് സഹോദരങ്ങളുടെ വീട് പണി പൂർത്തീകരിക്കുന്നു. അവരുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരുന്നു. അവരുടെ കാതുകളിൽ ശ്രദ്ധിക്കുമ്പോൾ അവർ അനുഗ്രഹം പ്രാപിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഓ ദൈവമേ, മഹത്വം, മഹത്വം, മഹത്വം. ഒരു മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഭർത്താവ് അഡ്മിഷൻ ശരിയാക്കി കൊടുക്കുന്ന അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിവാഹത്തിന് വേണ്ടി ആഗ്രഹത്തോടെ പ്രവർത്തിക്കുന്ന അനേകരുടെ കർത്താവ് ഈ നിമിഷം എടുത്തു മാറ്റുന്നു. അവരെ സ്പർശിക്കുന്നു. ഒരു ദൈവിക
ഭവനങ്ങളിലേക്ക് കടന്നു വരുന്നു. കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഭവനങ്ങളിലും രക്തത്തിന്റെ അഭിഷേകം നൽകി ആ ഭവനങ്ങളെയും വ്യക്തികളെയും പ്രത്യേകമായി സംരക്ഷണയിലാക്കുന്നു. അവരെ മോചിപ്പിക്കുന്നു. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. ആയിരങ്ങൾ വീണാലും പതിനായിരങ്ങൾ വീണാലും വലയമനിന്നെ കാത്തിടുവാൻ ദൈവദൂതന്മാരുടെ അസാധ്യമായൊന്നുമില്ലല്ലോ സർവശക്തനാം ദൈവമെന്റെ കൂടെയുണ്ടല്ലോ സകലവും സാധ്യമാകുക എന്റെ യേശുവിന്റെ അത്ഭുതമാണല്ലോ അസാധ്യമായൊന്നുമില്ലല്ലോ സർവശക്തനാം ദൈവമെന്റെ കൂടെയുണ്ടല്ലോ സാധ്യമാകുക എന്റെ യേശുവിന്റെ അത്ഭുതമാണല്ലോ പതിനായിരങ്ങൾ വീണാലും വലയമനിന്നെ കാത്തിടുവാൻ ദൈവദൂതന്മാരുടെ സന്തോഷത്തോടെ കൈയടിച്ചുകൊണ്ട് അവൻ നിന്നെ ഉണർത്തും, അവൻ നിന്നെ ശക്തിപ്പെടുത്തും, അവൻ നിന്നെ ബലപ്പെടുത്തും. സമൂഹത്തിൽ നിന്നെ അവൻ ഉയർത്തിപ്പിടിക്കും. നിന്റെ നന്മകൾ ലോകമെങ്ങും അവന്റെ ആത്മാവിനാൽ പ്രഘോഷിക്കപ്പെടും. അവന്റെ നാമം മഹത്വനായിട്ട് അവനിലൂടെ ശക്തിയാർജിച്ച നിന്റെ അവനം അനുഗ്രഹിക്കപ്പെടും. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക. അവൻ നിന്നെ ശക്തിപ്പെടുത്തുന്ന ദൈവമാണ്. കരമടിച്ച സന്തോഷത്തോടെ ഉണർവോടെ എന്നെ ശക്തനായി ആക്കിടുവാൻ ആത്മബലമെന്റെ ഉള്ളിലുള്ളതാ അസാധ്യമായൊന്നുമില്ലല്ലോ സർവശക്തനാം ദൈവമെന്റെ കൂടെയുണ്ടല്ലോ സകലവും ഇന്നെനിക്ക് സാധ്യമാകുവാൻ എന്റെ യേശുവിന്റെ അത്ഭുതനാമമുണ്ടല്ലോ ആയിരങ്ങൾ വീണാലും പതിനായിരങ്ങൾ വീണാലും വലയമനിന്നെ കാത്തിടുവാൻ ദൈവദൂതന്മാരുടെ ആനന്ദവും ഉണർവും നൽകുന്ന അവന്റെ തലയിലാണ് ഈ രാത്രിയിൽ നീ ഇറങ്ങി പ്രഭാതത്തിൽ ഉണരുമ്പോൾ നിന്റെ ജീവിതത്തിൽ വലിയ ആനന്ദവും സന്തോഷവും അവൻ പകർന്നുതരും. കാരണം നിന്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ അവർക്ക് വേണ്ടതെല്ലാം അവൻ നൽകിക്കൊണ്ടിരിക്കുന്നു. എല്ലാ ആഗ്രഹങ്ങളും ഈ രാത്രിയിൽ അവന്റെ പരിശുദ്ധ ആത്മാവിനോട് ചേർന്ന് ഉറങ്ങാനുള്ള കൃപ തരുന്നു. ഇന്ന് രാവിലെ നീ ഉണരുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നിനക്ക് ക്ഷീണമുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ രാവ് കഴിഞ്ഞ് നീ നാളെ പുലരെ ഉണരുമ്പോൾ നീ ഉണർവുള്ളവനായിരിക്കും. അതുകൊണ്ട് സന്തോഷത്തോടെ ചിരിച്ചോണ്ട് ആനന്ദത്തോടെ അരമടിച്ചുകൊണ്ട് എല്ലാം നന്മയായി തീർന്നിടുമേ അടുക്കയില്ല എന്റെ ഭവനത്തിൽ ദൈവമുണ്ടെന്നും
നിങ്ങളെ കാണുന്നവർ നന്മയൊന്നും വഴിയില്ല, എല്ലാം നന്മയായി തീർന്നിടുമേ. കാവലരൊന്നും വഴിയില്ല, എന്റെ ഭവനത്തിൽ ദൈവമുണ്ടെന്നും. സന്തോഷം അസാധ്യമായിരിക്കുന്നുമില്ലല്ലോ, സർവശക്തനാം ദൈവമെന്നെ കൂടെയുണ്ടല്ലോ. സകലവും എനിക്ക് സാധ്യമാകുക എന്റെ യേശുവിന്റെ അത്ഭുതമല്ലോ. ആയിരങ്ങൾ വീണാലും 10,000 വീണാലും വലയമ